ലേ ഒപ്പോ ഞാൻ F25 Pro ഇറക്കി, ലേ വിവോ എന്ന് ഞാൻ V30 ഇറക്കി. അപ്പോൾ ഇന്ന് നമുക്ക് V30യുടെ അൺബോക്സിംഗ് ഒന്ന് ചെയ്ത് നോക്കാം അല്ലേ. എന്നത്തെയും പോലെ തൃശ്ശൂർ കുറുപ്പം റോട്ടിലെ ന്യൂ എമിറേറ്റ്സ് മൊബൈൽ ഷോപ്പ് തന്നെയാണ് നമ്മുടെ പാർട്ണർ എന്ന് പറയുന്നത്. അവർ തന്നെയാണ് നമുക്ക് ഈ മൊബൈൽ സ്പോൺസർ ചെയ്തിട്ടുള്ളത്. ഇന്ന് ഈ ഫോണിൻ്റെ അൺബോക്സിങ്ങിലേക്ക് നമുക്ക് പോകാം. വിവോൻ്റെ ഈ ഒരു ഫോണിൻ്റെ, അതായത് V30 ബോക്സിൻ്റെ ബാക്കിലായിട്ട് കുറച്ചൊരു സ്പെസിഫിക്കേഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. 8GB 120GB വേരിയൻ്റ് ആണ്, ഏതാണ് കളറ്, SAR വാല്യൂ എത്രയാണ്, ഏതൊക്കെ 5G ബാൻഡ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ബോക്സിൻ്റെ ബാക്കിലായിട്ട് വിവോ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ V30 Pro എന്ന് പറയുന്ന വെർഷനും അടുത്തന്നെ ലോഞ്ച് ആവും. അപ്പോൾ ഈ V30യുടെ അൺബോക്സിങ്ങിലേക്ക് നമുക്ക് പോകാം. ബോക്സിലായിട്ട് ഓഫ് കോഴ്സ് ഒബ്വിയസ്ലി നമ്മുടെ ഫോണുണ്ട്. വളരെ ഭംഗിയുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല സ്ലിം ആൻഡ് സ്ലീക്കും ആണ് ഫോൺ, നല്ല പുതിയ ഡിസൈനുമാണ്. ഫോൺ നമുക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബോക്സിനകത്ത് ബാക്കി വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് TPU കേസ്. ഇത് എന്താ പറയുക, കുറേ കഴിഞ്ഞാൽ മഞ്ഞ കളറാകുന്ന ഒരു സംഭവമാണ്. എന്നാലും കൂടി അത് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇനി കുറച്ചൊരു പേപ്പർ ബോക്സ് കാണാം, ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, അതുപോലെ വാറണ്ടി കാർഡ് എന്നിവയൊക്കെ ഇതിൽ കാണുന്നുണ്ട്. ഇത് 80 വാട്ട്സിൻ്റെ ഒരു ഫ്ലാഷ് ചാർജാണ്. വളരെ പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്യുന്ന, ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ചാർജ് ആവുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ഫ്ലാഷ് ചാർജ് വിവോ ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ ഇത് വർക്ക് ആവണമെങ്കിൽ, ഈ ഒരു ഫാസ്റ്റ് ചാർജിങ് വർക്ക് ചെയ്യണമെങ്കിൽ ഇതാ കൂടെ തന്നിരിക്കുന്ന ഈ ഒറിജിനൽ കേബിൾ തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം. പിന്നെ ഇതാ ബോക്സിലായിട്ട് നമ്മുടെ സിം ഇജക്ടർ ടൂളും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇത്രയുമൊക്കെയാണ് നമ്മുടെ ബോക്സിലുള്ളത്. ഇതൊക്കെ നമുക്ക് വേഗം മാറ്റി വെച്ചിട്ട് നേരെ ഫോണിലേക്ക് കിടക്കാം. ഫോണിൻ്റെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സിലേക്ക് നമ്മൾ വരുമ്പോൾ എനിക്കിതിൻ്റെ ഭംഗി എന്താ പറയുക, അടിപൊളിയുണ്ട്. ഏറ്റവും മുകളിലായിട്ട് നമുക്ക് മൈക്രോഫോൺ, റൈറ്റ് സൈഡിലായിട്ട് പവർ ബട്ടൺ, ബോർഡ് റോക്കേഴ്സ്, ഇതിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സ്കാനറാണ് വരുന്നത്. ഏറ്റവും താഴെയായിട്ട് നമുക്ക് USB Type C പോർട്ട്, അതുപോലെ സ്പീക്കർ ഗ്രില്ല്, ഒരു സിംഗിൾ സ്പീക്കറേ ഉള്ളൂ. പിന്നെ നമ്മുടെ സിം ട്രേ കാണാൻ പറ്റും, ഒരു മൈക്രോഫോൺ കൂടിയുണ്ട്. ഏറ്റവും ലെഫ്റ്റ് സൈഡിലായിട്ട് വേക്കൻ്റ് ആണ്. ഏറ്റവും ബാക്കിലായിട്ട് 15 മെഗാപിക്സലിൻ്റെ ഡുവൽ ക്യാമറ സെറ്റപ്പാണ് വിത്ത് LED ഫ്ലാഷ്. രണ്ട് ക്യാമറയും, വൈഡ് ക്യാമറയും അൾട്രാ വൈഡ് ക്യാമറയും 15 മെഗാപിക്സലിൻ്റെയാണ്. വിവോൻ്റെ ബ്രാൻഡിങ്, ഒരു മാർബിൾ ഒക്കെ സ്റ്റൈൽ നമുക്ക് ബാക്കിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. വിവോ ഓരോ തവണ ഇങ്ങനെ ഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നല്ല സ്റ്റൈൽ കാണാൻ പറ്റും. ഏറ്റവും ഫ്രണ്ടിലായിട്ട് ഓഫ്കോഴ്സ് ആ ഒരു ക്യാമറ കട്ടൗട്ടും ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ ഫോണിൻ്റെ ഏറ്റവും ആകർഷിച്ചെന്ന് പറയുന്നത് ഭയങ്കര സ്ലിം ആണെന്നുള്ളതാണ്. ഈ ഫോൺ നമുക്ക് പവർ ഓണാക്കി നോക്കാം. യെസ്, ചാർജ് ഉണ്ട്. അപ്പോൾ ഈ ഫോൺ ഒന്ന് പവർ ഓണായി വരുന്ന സമയം കൊണ്ട് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് ഒന്ന് പോയി നോക്കാം. അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒരു എല്ലാ സ്പെസിഫിക്കേഷൻസും ഇല്ല, നമുക്ക് മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, അതാ നമ്മുടെ ഫോൺ പവർ ഓണായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്, ബ്ലോട്ട് വൈസ് വളരെ കുറവാണ് ഈ ഒരു ഫൺ ടച്ച് OS. ഒരു ആൻഡ്രോയിഡ് OSനോട് ചേർന്ന് നിൽക്കുന്ന ബ്ലോട്ട് വെയർ കുറവുള്ളൊരു OS തന്നെയാണ് ഫൺ ടച്ച് OS എന്ന് പറയുന്നത്. നമുക്ക് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഫോണിൻ്റെ റാം, അതുപോലെ കണ്ടില്ലേ, എക്സ്പാൻഡബിൾ റാം ഉണ്ട്, നമ്മുടെ സ്നാപ്ഡ്രാഗണിൻ്റെ 7 Gen 3 പ്രോസസ്സർ, Android 14, എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഈ സ്നാപ്ഡ്രാഗൺ 7 Gen 3 7th Gen 3 ഫസ്റ്റ് ഫോണായിരിക്കും ഇന്ത്യയിലത്തെ ഈ ഒരു വിവോ V30 എന്ന് പറയുന്നത്. ഡിസ്പ്ലേയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ, 120 ഹെർട്സിൻ്റെയാണ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അത് സ്റ്റേബിൾ ആണോ അതോ സ്മാർട്ട് സ്വിച്ചിങ് ആണോ? യെസ്, സ്മാർട്ട് സ്വിച്ചിങ് ആണ്. നമ്മുടെ ഫോണിലെ കണ്ടന്റ് അനുസരിച്ച് അത് 60 ഹെർട്സിലേക്കും 120 ഹെർട്സിലേക്കും മാറി മാറി സ്വിച്ച് ചെയ്യും. അതുപോലെ 120 ഹെർട്സ് സ്റ്റേബിൾ ആയിട്ട് നിർത്താനുള്ള ഓപ്ഷനും നമുക്ക് അവൈലബിൾ ആണ്. ഇനി ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡ്രോവറിലേക്ക് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നോട്ടിഫിക്കേഷൻ ഡ്രോവർ എന്ന് പറയുന്നത്. ഇത്രയും അധികം ഓപ്ഷൻസ് നമുക്ക് അതിൽ അവൈലബിൾ ആണ്. ഇനി ഈ ഫോണിൻ്റെ മെയിൻ ആയിട്ടുള്ള സംഭവം ക്യാമറ. വിവോ ഒപ്പോ ഒക്കെ ക്യാമറയ്ക്ക് ഫേമസ് ആണല്ലോ. അപ്പോൾ ക്യാമറയുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ്: നൈറ്റ്, പോർട്രേറ്റ്, വീഡിയോ, അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. മോർ ഓപ്ഷൻസിൽ പോയി കഴിഞ്ഞാൽ വേറെയും ഓപ്ഷൻസ് നമുക്കിവിടെ കാണാം. ഇനി വീഡിയോ ആണ് ഇതിൻ്റെ ഒരു എടുത്ത് പറയുന്നൊരു സംഭവം. ബാക്ക് ക്യാമറയിൽ നമുക്ക് 4K, യെസ്, ഇത് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ യെസ് കണ്ടോ 4K നമുക്ക് സപ്പോർട്ടിംഗ് ആണ്. വീഡിയോ റെക്കോർഡിങ് 4K 30 FPS. ഇനി ഫ്രണ്ട് ക്യാമറയിലേക്ക് സ്വിച്ച് ചെയ്താൽ ഫ്രണ്ട് ക്യാമറയിലും ഈ പറയുന്ന 4K സപ്പോർട്ട് ചെയ്യും വീഡിയോ റെക്കോർഡിംഗ്. അപ്പോൾ ഇതിന് കുറച്ചൊരു ക്യാമറ സാമ്പിൾസ് ഞാൻ എടുത്തിട്ടുണ്ട്. വലുതായിട്ടൊന്നുമില്ല, സ്റ്റിൽ ക്യാമറ സാമ്പിൾസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് ആ റിയർ മെയിൻ ക്യാമറയിലെ, വൈഡ് ക്യാമറയിലെ 1x എടുത്തിട്ടുള്ളതാണ്. ഇത് 2x സൂമിൽ എടുത്തിരിക്കുന്നു. ഇനി ഒരു 20x വരെ ഈ ഫോണിൻ്റെ
എന്താ പറയുക സൂം ഉണ്ട്, നമുക്ക് ഡിജിറ്റൽ സൂം ഇത്രയും ക്ലാരിറ്റിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് ഒരു ഔട്ട്ഡോറിൽ നിന്നൊരു പിക്കാണ് 1x സൂമിൽ, ഇത് 2x സൂം. ഇനി പോർട്രേറ്റുകൾ തമ്മിലൊരു വ്യത്യാസം, ബാക്ക് ക്യാമറയിലെ മെയിൻ ക്യാമറയിലെ പോർട്രേറ്റ് നോർമലും ഇനി ഫ്രണ്ട് ക്യാമറയിലെ പോർട്രേറ്റ് നോർമലും. പോർട്രേറ്റൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമൊക്കെയാണ് നമ്മുടെ ഫോണിൻ്റെ എന്താ പറയുക ചെറിയൊരു ഓവർവ്യൂ എന്ന് പറയുന്നത്. നിങ്ങൾ മറക്കണ്ട, കുറുപ്പ റോഡിലെ ന്യൂ എമിറേറ്റ്സ് മൊബൈൽ ഷോപ്പ് തൃശ്ശൂരിൽ, അവിടെ നിന്നാണ് നമ്മൾ ഈ ഫോൺ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ല ഡിസ്പ്ലേ, നല്ല ക്യാമറ, നല്ലൊരു ബാറ്ററി, ഇത്രയൊക്കെ ഉണ്ട്. ഇനി 7 Gen 3 എങ്ങനെ പെർഫോം ചെയ്യുന്നു, റിയൽ ലൈഫിൽ പെർഫോം ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാലും 7th Gen സീരീസൊക്കെ നല്ല അത്യാവശ്യം രീതിയിലുള്ള പ്രോസസ്സർ ഉള്ള ഫോൺസ് പുറത്തിറങ്ങിയിട്ടുണ്ട്, നല്ലൊരു റിവ്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണും നല്ലൊരു എന്താ പറയുക പെർഫോമർ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു ഡിസൈൻ ലാംഗ്വേജ് വളരെ തന്നെ വ്യത്യസ്തമായിട്ടുണ്ട്. വിവോയ്ക്ക് അതിനൊരു എന്താ പറയുക ക്ലോസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ അൺബോക്സിങ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉടനെ തന്നെ ഞാൻ അടുത്ത ഒരു ഡിവൈസിൻ്റെയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേരുന്നതായിരിക്കും. അതുവരേക്കും എൻ്റെ എല്ലാ മാന്യ സബ്സ്ക്രൈബേഴ്സിനും നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണം. ഓക്കെ.